ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് വിശാഖപട്ടണത്ത് GL റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ഫുഡിയാണ്, നിങ്ങൾ ഒരു ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടുത്തെ വിശാഖപട്ടണത്ത് GL റോഡിൽ വരിക, ഈ പ്ലേസ് വിസിറ്റ് ചെയ്യുക. ആൻഡ് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാം വളരെ അഫോർഡബിൾ രീതിയിലാണ് ഇവിടെ എല്ലാ റേറ്റ്സും എല്ലാ ഫുഡിനും വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടു പറയാം. കമാണ് ബാക്കി എടുക്കോ നീ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കോ ഈ കുഴപ്പമില്ല. ഗൈസ്, ഇവിടുത്തെ ഇതൊരു ലസ്സി ഷോപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലസ്സിയുടെ മെനു. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ലസ്സിയുടെ റേറ്റ് എന്താണെന്നുള്ളത്. വളരെ അഫോർഡായിട്ടുള്ള റേറ്റാണ് നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ വരിക. പല രീതിയിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. പിസ്സ, സാൻഡ്വിച്ച്, അതേപോലെ സ്മോക്ക് ബിസ്ക്കറ്റ് എന്താ? ഓക്കെ, ഫൈൻ. ഇത് നമ്മൾ പെരുന്നാരാവിന് ഞാനൊരു വട്ടം അമ്മായിമുക്കി പോയപ്പോൾ കഴിച്ചിട്ടുള്ളതാണ്. ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുക വരുന്ന ഒരു ടൈപ്പ്. ഇവിടെ ഞാൻ വളരെ കൗതുകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടെന്ന് വെച്ചാൽ അംബാസഡർ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു BBQ പോലെ ആയിട്ട് ഒരു ആളിവിടെ നിന്ന് BBQ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. കാണാനായിട്ട് വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഓക്കെ, ഹലോ ഗൈസ്, ഇവിടെ ഈ ചേട്ടൻ ഇരുന്ന് ഷവർമ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറച്ചും കൂടി ജ്യൂസി, കുറച്ചും കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ്, ക്രീമി ആയിട്ടാണ് ഇവിടെ പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്. പല രീതിയിലുള്ള ഫ്ലേവർ അവൈലബിൾ ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മെനു. ഇവിടെ നിങ്ങൾക്ക് ഈ മെനു കാണുമ്പോൾ മനസ്സിലാവും എത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്നുള്ളത് നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു മരഡ് സർവത്ത് മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. 3 നാരങ്ങയുള്ള 3 നാരങ്ങയാണ് പിഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3 നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എസെൻസ് എന്തോ ചേർക്കുന്നുണ്ട്, സർബത്തിൻ്റെ എസെൻസ്. ഓക്കെ, സോഡ ഉണ്ടാക്കുകയാണ്. ഇവിടെ സോഡ മേക്കറിൽ സോഡ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ അപ്പൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഓക്കെ, എപ്പടി ഇருக்கு? കൊള്ളാം, നൈസാണ്. ഓക്കെ, സംഭവം ടേസ്റ്റ് ചെയ്തത് നമുക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പുള്ളിക്കാരനോട് ഒരു 4 കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് സുഗന്ധിയാ? ഏതാണ് സുഗന്ധി വേണ്ട, ഇപ്പോൾ വലിയൊരു സുഖം കിട്ടുന്നില്ല. നമുക്കിത് കുളിച്ച് സുഗന്ധിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പുള്ളിക്കാരൻ വളരെ ഫാസ്റ്റായിട്ടാണ് നാരങ്ങ ഇവിടെ പിഴിയുന്നത്. പകുതി പുറത്ത് പോകുന്നുണ്ടോ എന്ന് ചെറിയ സംശയമില്ലാതില്ല. വീണ്ടും നാരങ്ങയാണ്. പഴയ പോലെ നേരത്തെ എസെൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊള്ളാം, വളരെയധികം നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് ആക്ച്വലി. കുറച്ച് പുതിന കൂടി പുള്ളിക്കാരൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ ഇപ്പോൾ സോഡ ഇപ്പോൾ മേക്ക് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പുതിന ഇട്ടിട്ട് നമുക്കിത് കുടിച്ച് നോക്കാം. ഹായ് ഗൈസ്, നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഷോപ്പ് തന്നെയാണിത്, തവ സ്വീറ്റ്. ഇവിടെ 2-4 ഐറ്റംസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ഈ കാണുന്ന ആ പഴംപൊരി പോലിരിക്കുന്ന സാധനം നിങ്ങൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു, ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.
Self for yourself. Excuse me. മറ്റന്നാന്ന് തോന്നുന്നുട്ടാ ഏത് VEF. ശിവാന സാധനം അങ്ങനെ ഉണ്ട് സൂപ്പർ. ചിക്കൻ സൂപ്പില്ലേ? ഈ വീഡിയോ എടുത്തന്നെ സ്റ്റെബിലൈസിങ് കറക്റ്റായിട്ട് എടുക്കണോട്ടോ. ടൈം എടുക്കുമോ? വേണ്ട വേണ്ട വേണ്ട.
स्वीट ആണ് ഇപ്പോൾ സ്വീറ്റ് കഴിച്ചാൽ വേറെ വൈബ് ആയിരിക്കും भाई कितना है भैया एक आधा करेगा ओके इतना काला जामुन ओके ₹1 വെറുതെ 1 और स्पून दे दो